1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഞാൻ ആത്മാവാകണമെന്ന് നിർബന്ധമുണ്ടോ മാർക്കോ? ഉറപ്പായിട്ടും. കുറച്ചു ദിവസം അങ്ങനെ പോട്ടെ. മഹാലക്ഷ്മി മരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവര് മഹാലക്ഷ്മിയെ ഭയന്ന് കഴിയട്ടെ. അങ്ങനെ അവർക്കൊരു പണി കൊടുക്കണ്ടേ? എന്തു പറയുന്നു? അത് തന്നെയാ വേണ്ടത്. എന്നെ കാണാനില്ലെന്നറിയുമ്പോ കണ്ണേട്ടൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ പോലീസ് അന്വേഷിക്കാതിരുന്ന പലർക്കും സംശയം തോന്നില്ലേ? അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചത്. പോലീസൊക്കെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, പേടിക്കണ്ട. ദേ, എന്തും ചെയ്യാൻ തയ്യാറായി കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതാണ് എന്റെ ബലം. അവര് പോലീസ് വേഷത്തിൽ കറങ്ങുന്നുണ്ട്, ഒറിജിനൽ പോലീസ് അറിയാതെ. അതുകൊണ്ട് മഹാലക്ഷ്മി മിസ്സിംഗ് ആണെന്ന് ഇപ്പൊ പലരും ഉറപ്പിച്ചു കാണും. കൈവിട്ട കളിയാ നമ്മൾ കളിക്കുന്നത്. ഒന്നുമല്ല, സ്വന്തം ചീത കത്തിയെരിയുന്നത് കൺമുന്നിൽ കണ്ട പെൺകുട്ടിയാണ് മഹാലക്ഷ്മി. അങ്ങനെയുള്ള ആൾക്ക് കുറച്ചുകൂടെ തന്റെ ഇടം വേണമെന്നാ ഞാൻ പറയുന്നത്. അത് വേണം മഹി. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ കണ്ണേട്ടന്റെയും ആനന്ദോട്ടന്റെയും സപ്പോർട്ടും ഉണ്ട്. പിന്നെ എല്ലാത്തിനുപരി ദേ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക ഇവിടെ ഒരാള്. പിന്നെ ആരെയാ നമ്മൾ പേടിക്കുന്നത്? കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇത്രത്തോളം ഭീകരമാണെന്ന് ഞാൻ കരുതിയില്ല. നേരത്തെ ഗുണ്ട ആക്രമണം മഹാലക്ഷ്മിക്ക് കണ്ണൻ സാറിനൊക്കെ ഉണ്ടായിട്ടുള്ളതാ. എങ്കിലും ഓരോ സംഭവം കഴിയുന്തോറും ശത്രുക്കൾ അടങ്ങുന്നില്ല. അവര് വീണ്ടും വീണ്ടും ചെയ്തതിനപ്പുറം ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. ഈ പോക്ക് പോയാ അവരെയൊക്കെ ചിലപ്പോൾ നന്നായിട്ടൊന്ന് ഞെട്ടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, ഈ മേഘനാഥനെയോ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയോ ആരെങ്കിലൊക്കെ തട്ടിക്കളയേണ്ടി വരും. ഇതുവരെ ആരെയും കൊല്ലേണ്ടി വന്നിട്ടില്ല. അതിന് അർഹതയുള്ളവരുമായിട്ട് ഇടഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരെയൊക്കെ നോവിച്ചു വിട്ടിട്ടുണ്ടെന്നല്ലാതെ ദൈവത്തിന്റെ പണി ഞാൻ ചെയ്തിട്ടില്ല. എന്നാ ഇവിടെ ആ രീതി മാറ്റേണ്ടി വരുമെന്നാ തോന്നുന്നത്. അല്ലാതെ എന്ത് ചെയ്യും മഹി? ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. കണ്ണൻ സാറിന്റെ കാലിന് ജീവൻ വെച്ച് വരിക. ഇനി അദ്ദേഹം മിക്കവാറും തോമസ് സാറിന്റെ ട്രീറ്റ്മെന്റില് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. സാറിന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാ. എന്ന് വെച്ചാ മഹാലക്ഷ്മിയുടെ മുന്നില് നല്ലൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നവരെയൊക്കെ വെട്ടിമാറ്റുക വേണ്ടത്. ഇനിയിപ്പോ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ദേഹത്തുനിന്ന് ചോര പൊടിയൂ. ഇവന്മാരൊന്നും തമ്പുരാക്കന്മാരും ദൈവങ്ങളൊന്നും അല്ലല്ലോ എല്ലാവരെയും അങ്ങ് നശിപ്പിക്കാൻ. അവന്മാരെ പോലെ ഞാനൊക്കെ കച്ച കെട്ടി ഇറങ്ങിയ പിന്നെ അവനൊന്നും കാണത്തില്ല. അതെ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കും. അയ്യോ, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. മാർക്കോ ഇവിടെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ടൊക്കെ പോയാ മതി. മഹി, ആ വാതിലും അടച്ചേക്ക്. ഏയ്, വേണ്ട വേണ്ട, കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അതിന് വാതിലൊന്നും അടയ്ക്കണ്ട. എന്നാ ഇരിക്കുക, ഞങ്ങളെല്ലാം എടുത്തു വെക്കാം. മഹി